ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ചന്ദ്രികയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മലർക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് സിദ്ധു. അപ്പോൾ മലരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇതെല്ലാം കണ്ട ചന്ദ്രികയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനും കൂടിയും വരികയാണ്. അങ്ങനെ മലർക്ക് ഇങ്ങനെ ഭക്ഷണം വാരി വാരി കൊടുക്കുമ്പോൾ മലർ ചോദിക്കുകയാണ്, സിദ്ധു എന്തെങ്കിലും കഴിച്ചായിരുന്നു സിദ്ധു? അപ്പോൾ സിദ്ധു ഒന്നും മിണ്ടുന്നില്ല. എന്താ സിദ്ധു ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും കഴിച്ചോന്നാണ് ഞാൻ ചോദിച്ചത്. പറ സിദ്ധു എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇത് കേട്ട സിദ്ധു ആണെങ്കിൽ, ഇല്ല മോളെ, ഞാനൊന്നും കഴിച്ചില്ല. അമ്മേ, കേട്ടില്ല അമ്മേ, സിദ്ധു ഒന്നും കഴിച്ചില്ലെന്നാ പറയുന്നത്. ദേ, സിദ്ധുവിന് ഭക്ഷണം കൊടുക്ക്. അയ്യോ ചന്ദ്രിക, വേണ്ട, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. അതെന്താ സിദ്ധുവിന് എന്താ വേണ്ടാത്തത് എന്ന് മലർ വീണ്ടും ചോദിക്കുകയാണ്. ദേ, സിദ്ധു കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല കേട്ടോ, എനിക്കും വേണ്ട ഭക്ഷണമൊന്നും എന്നും പറഞ്ഞ് കൊച്ചു വാശി പിടിക്കുകയാണ്. അപ്പോൾ വീണ്ടും മലര്, അമ്മയോടെ പറഞ്ഞത്, ദേ സിദ്ധു ഒന്നും കഴിച്ചിട്ടില്ല എന്ന്, സിദ്ധുവിന് എന്തെങ്കിലും വിളമ്പി കൊടുക്കമ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക കുറച്ച് ഭക്ഷണം എടുത്ത് സിദ്ധുവിന് വിളമ്പി കൊടുക്കുകയാണ്. സിദ്ധു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ആ ഭക്ഷണത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താ സിദ്ധു എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്? സിദ്ധു കഴിക്ക്, സിദ്ധുവിനോട് കഴിക്കാനേ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ മലരും അതേപോലെ തന്നെ സിദ്ധുവും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. ചന്ദ്രയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കാനും പറ്റുന്നില്ല. ചന്ദ്രയ്ക്കാണ് പിന്നീട് കൂടുതലൊന്നും നോക്കാതെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. എന്തെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നമ്മുടെ സിദ്ധു മലറിനെ കുറിച്ച് കൂടുതലെല്ലാം ചിന്തിക്കുകയാണ്. മലറിനെ കുറിച്ച് ചിന്തിച്ച് മലറിൻ്റെ ഒപ്പം കളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ കൊച്ചിനെ ഒരുപാട് സന്തോഷിപ്പിച്ച് കൊച്ചിനെ പിടിച്ചു കൊടുത്തി ഉറക്കുകയാണ്. അങ്ങനെ ചന്ദ്രിക വന്ന് നോക്കാൻ നേരത്ത് കൊച്ച് നല്ല ഉറക്കം. സിദ്ധു ചന്ദ്രികയെയും ചന്ദ്രിക സിദ്ധുവിനെയും ഇങ്ങനെ മാറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൊച്ച്. അപ്പോൾ സിദ്ധു പറയുകയാണ് കൊച്ച് നന്നായിട്ട് ഉറങ്ങിയെന്ന്. അപ്പോൾ ഇത് കണ്ട് ചന്ദ്രിക കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി നേരെ റൂമിലേക്ക് കിടത്തുകയാണ്. റൂമിലേക്ക് കിടത്തി സിദ്ധുവിൻ്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് സിദ്ധു അവിടെ നിന്ന് ചാടി എണീക്കണ ചന്ദ്രികയുടെ ആ നിപ്പും മാതിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. എന്നിട്ട് ആ ബാഗ് എടുത്ത് സിദ്ധുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇനി പോണം സാർ, കാരണം മോളെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മോളെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ചോളാം. പക്ഷേ ഇനി ഒരു നിമിഷം പോലും സാർ ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല. നാട്ടുകാർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അവർ തെറ്റായിട്ട് വിചാരിക്കും. അത് എനിക്ക് സഹിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സാറ് പോകണം. ഇത് കേട്ട ചന്ദ്രികയോട് നമ്മുടെ സിദ്ധു പറയുകയാണ്, ചന്ദ്രികയെ ഞാൻ എങ്ങനെയാണ് വിട്ടു പോകുന്നത്? മലർക്കാകെ സങ്കടമാവില്ലേ? ദയവ് ചെയ്ത് സാർ, ഞാൻ കൈ കൂപ്പി പിടിച്ച് സാറോട് പറയുകയാണ്, സാറ് ദയവ് ചെയ്ത് സാർ ഇവിടെ നിന്ന് പോയേ മതിയാവുള്ളൂ, ഇത് എൻ്റെ റിക്വസ്റ്റാണ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രിക കാല് പിടിച്ചെന്ന രീതിയിൽ സിദ്ധുവിനോട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിന് പിന്നീട് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സിദ്ധു ആ ബാഗ് കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. ഇനി പൊയ്ക്കോ സാർ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക നേരെ റൂമിലേക്ക് കയറി വാതിലടക്കുകയും ചെയ്യണം. വാതിലടിച്ചിട്ട് ചന്ദ്രിക ഭയങ്കര കരച്ചിൽ. കാരണം സിദ്ധുവിനോട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു എന്ന് ആലോചിച്ചപ്പോൾ സിദ്ധുവിനോട് നമ്മുടെ ചന്ദ്രികയ്ക്ക് ഭയങ്കര സ്നേഹമുണ്ട്. പക്ഷെ ആ സ്നേഹം സിദ്ധുവിനോട് തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബം തകരുമോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ചന്ദ്രികയുടെ മനസ്സിലുണ്ട്. സിദ്ധുവും സങ്കടപ്പെട്ട് നിൽക്കുകയാണ്, അതേപോലെ തന്നെ ചന്ദ്രികയും സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സിദ്ധു നാട്ടിലെത്തുകയാണ്. നാട്ടിലെത്തി നേരെ പോയത് കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ കൂട്ടുകാരനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. എനിക്ക് മലറിൻ്റെ കാര്യം ആലോചിച്ചിട്ട് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഡാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എങ്കിലെടാ സിദ്ധു, നിനക്ക് അവരെ സമാധാനിപ്പിച്ച് കൊണ്ടുവരായിരുന്നില്ലേ? എങ്ങനെ അവരെ സമാധാനിപ്പിക്കാനൊന്നും പറ്റില്ല. ചന്ദ്രിക ഭയങ്കര കടുത്ത തീരുമാനത്തിലാണ്. അവള് എൻ്റെ ഒപ്പം വരില്ലെന്ന് തന്നെയാണ് തീർത്തു പറഞ്ഞത്. പിന്നെ മല്ലറിനെ കുറിച്ച് എന്നോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ വരുന്നത് വരെ എനിക്ക് വേണ്ടി അവൾ ഭക്ഷണം കഴിക്കാതെ വരെ ഇരുന്നു. അമ്മയോട് വാശി പിടിക്കുമായിരുന്നു അത്രേ, എന്നെ കാണണം, സിദ്ധു വരാതെ ഞാൻ ഭക്ഷണം പോലും കഴിക്കില്ല എന്ന് ചന്ദ്രികയോട് പറയുമായിരുന്നു അത്രേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സിദ്ധു കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇത് വല്ലാത്തൊരു കഷ്ടമായി പോലടാ. ആ കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ കിടന്ന് വളരെയേറെ ബുദ്ധിമുട്ടുന്നത് ആ കൊച്ചു തന്നെയാണ്. ആ കൊച്ചിൻ്റെ വിഷമം വളരെയേറെ സങ്കടകരമായുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാരൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ചന്ദ്രിക എന്നോട് പറയുന്നത് മേഘയെ കല്യാണം കഴിക്കണമെന്നാണ്. മേഘയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളെൻ്റെ മുഖത്ത് പോലും നോക്കൂലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അന്ന് പറഞ്ഞ്, നീ അപ്പോൾ ചന്ദ്രിക പറഞ്ഞ പോലെ തന്നെ മേഘയെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് വീട്ടുകാരോട് പറയാനായിട്ട് പോവുകയാണ്. ദയവ് ചെയ്ത് നീ അങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം നശിച്ചു പോകും സിദ്ധു എന്ന് പറഞ്ഞപ്പോഴേക്കും
സിദ്ധു ഒന്നൊരു ചിരിച്ചിരിക്കുകയാണ്. എടാ എനിക്ക് ആ കൊച്ചിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്, എടാ എനിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ കൊച്ചിൻ്റെ കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ഞാൻ വലുതല്ലേടാ, പക്ഷെ അതൊരു കൊച്ചു കുഞ്ഞല്ലേ. ആ കൊച്ചിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ചങ്ക് കിടന്ന് പിടയ്ക്കാടാ. ചന്ദ്രിക എന്തിനാണ് ഇങ്ങനെ പിടിവാശി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവളോട് വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരുപാട് പറഞ്ഞു, പക്ഷേ ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. നിങ്ങൾ മേഘയെ കല്യാണം കഴിക്കാൻ എപ്പോൾ സമ്മതിക്കുന്നുവോ അപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് മടങ്ങി വരാം. അല്ലാതെ നിങ്ങൾ ഇനി മേലാൽ ഈ വീട്ടിലേക്ക് വന്നു പോകരുതെന്ന് എന്നോട് പറയുകയുണ്ടായിടാ എന്നൊക്കെ അവനെ പറഞ്ഞുകൊണ്ട് സിദ്ധു പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നപ്പോഴേക്കും ഇടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അല്ല നിൻ്റെ അവസാന തീരുമാനം എന്താണ്? അത് നീ പറ. എനിക്കറിയില്ലടാ, ഞാൻ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നീ മേഘയെ കല്യാണം കഴിക്കാൻ പോകണമെന്ന്, കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറയാനായിട്ട് പോവുകയാണോ? എനിക്കറിയില്ല എന്നൊക്കെ സിദ്ധു ഓരോരോ കാര്യങ്ങളും പറയണം. പക്ഷേ മലറിനെ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. നീ ആ കൊച്ചിൻ്റെ കാര്യം വിട്. ഇനിയിപ്പോൾ നിന്നെ കുറച്ച് ദിവസം കാണാതിരിക്കുമ്പോഴത്തേക്കും ആ കൊച്ചു മറന്നോളുമല്ല. പിന്നെ പുതിയ സ്കൂളിലൊക്കെ പോയി തുടങ്ങാൻ നേരത്ത് കൂട്ടുകാരോടത്തൊക്കെ കളിച്ചൊക്കെ നടക്കുമ്പോൾ നിൻ്റെ കാര്യം മറക്കും. ഇല്ലടാ, ഒരു സാധാരണ കുട്ടിയല്ല മലർ. അങ്ങനെ മലർക്ക് എന്നെ മറക്കാനോ വെറുക്കാനോ ഒന്നും പറ്റില്ല. അവൾ എന്നെ ആലോചിക്കും. എന്നെ ആലോചിച്ച് അവൾക്ക് എന്തെങ്കിലും ഇപ്പോൾ സംഭവിക്കുമെന്നാണ് എൻ്റെ പേടി എന്ന് സിദ്ധു പറയുകയാണ് കൂട്ടുകാരനോട്. അങ്ങനെ കൂട്ടുകാരൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് സിദ്ധുവിനെയും സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധുവിൻ്റെ അമ്മ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. അച്ഛ, എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് അച്ഛ എന്നും പറയണേ. എന്താ നിനക്ക് പറയാനുള്ളത്? അത് പിന്നെ കണ്ടില്ലേ, സിദ്ധുവിനെ ഞാൻ ഒരുപാട് ഉപദേശിച്ച് നോക്കി അച്ഛ, പക്ഷേ അവൻ പറയുന്നത് മേഘയെ കല്യാണം കഴിക്കാനായിട്ട് അവന് താല്പര്യമില്ലെന്നാണ്. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല. അവൻ ഇങ്ങനെ ഓരോ നിലപാടുകളിലും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അച്ഛാ. അതുകൊണ്ട് തന്നെ സിദ്ധു ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും അച്ഛാ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ഭയങ്കര ഒരു സങ്കടം. അപ്പോൾ അച്ഛനാണെങ്കിൽ സിദ്ധു നല്ലൊരു ചെറുപ്പക്കാരനാണ്, സൽസ്വഭാവിയാണ്, വിദ്യാഭ്യാസമുണ്ട്, കാശുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം കൊണ്ടും അവൻ പെർഫെക്റ്റ് ആണ്. പക്ഷേ അവൻ മേഘയെ കല്യാണം കഴിക്കില്ല എന്ന് അവൻ ഉറപ്പിച്ച് പറയുകയാണ്. അതിനുള്ള കാരണം ഞാനിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മുത്തശ്ശിയാണെങ്കിൽ ആണുങ്ങളുടെ മനസ്സിൽ അങ്ങനെ പലതും ഉണ്ടാവും. ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ വേറെ വല്ല ഇഷ്ടവും കാണും. അതൊന്നും നമ്മളോട് പറയാനായിട്ട് പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വീട്ടുകാരെ ധിക്കരിച്ചിട്ട് വേറെ കല്യാണം കഴിക്കാമെന്നാണോ? അങ്ങനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. അവൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവൻ മനസ്സിൽ തന്നെ വെച്ചോട്ടെ, നമ്മളുടെ മുന്നിൽ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ നിർത്തി, നീ അവന് വേറെ ആരെങ്കിലും ഇഷ്ടമാണെന്ന് അവൻ നിന്നോട് പറഞ്ഞായിരുന്നോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. പിന്നെ അങ്ങനെ പറയാത്ത ഇതിൽ നീ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് കണക്ക് കൂട്ടലുകൾ മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ല. സിദ്ധുവിന് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തിയേ മതിയാവുള്ളൂ. പിന്നെ മേഘയെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നതിലും എന്തെങ്കിലും കാരണം ഉണ്ടാകും. അവൻ അത്ര മന്ദബുദ്ധിയൊന്നുമല്ലല്ലോ, വിദ്യാഭ്യാസവും എല്ലാം യോഗ്യതയും ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് സിദ്ധു അങ്ങനെ എന്തെങ്കിലും പറയുന്ന കാരണം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകണം. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അല്ലാതെ അവൻ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശാഠ്യം പിടിപ്പിക്കാനായിട്ട് നിൽക്കരുത്. ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സിദ്ധുവിനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് പോലും എനിക്കറിയാൻ പാടാത്തൊരവസ്ഥ നിൽക്കുകയാണ് അച്ഛാ. അതുകൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞേക്കാം, സിദ്ധു മേഘയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് ഇനിയും പറയുകയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. ഇത് ഞാൻ സത്യം പറയാണ്. ഇവിടെ ഞാൻ നിൽക്കില്ല. അത് ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിരുന്നപ്പോഴേക്കും അച്ഛനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിയാണ്. ദൈവം ഇനി എന്ത് ചെയ്യും, ഇനി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതാകെ പ്രശ്നമാകുമോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ആ അമ്മ അവിടെ നിന്ന് പോവുകയാണ്. സിദ്ധു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ അച്ഛനാണെങ്കിൽ അതിലേറെ ടെൻഷൻ, സിദ്ധുവിനെയും മേഘയെയും എങ്ങനെ ഒന്നിപ്പിക്കും എന്നുള്ള ചിന്തിച്ചാണ്. പക്ഷേ സിദ്ധു ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിലാണ്. ഇനിയും മേഘയെ കല്യാണം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധു വേറെ വല്ല കടുത്ത തീരുമാനം എടുക്കുമോ എന്നാലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? സിദ്ധു വരട്ടെ, സിദ്ധു വന്നിട്ട് സിദ്ധുവിനോട് കാര്യങ്ങളെല്ലാം തിരക്കാം.
അല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്ന് പറയുകയാണ്. ചന്ദ്രികയാണെങ്കിൽ അതിലേറെ സങ്കടത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അച്ഛനാണെങ്കിൽ ഈ മകളുടെ ഓരോരോ പിടിവാശികളും കണ്ടുകഴിഞ്ഞിട്ട് അതിലേറെ ടെൻഷൻ. അപ്പം ഇനി കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ചന്ദ്രിക ഇനി എങ്ങനെ ആ വീട്ടിലേക്ക് എത്തും. അപ്പോൾ ചന്ദ്രികയാണ് യഥാർത്ഥ മകള്, ഈ മേഘയ്ക്ക് പകരം അവിടെ വരേണ്ടത് ചന്ദ്രികയാണ് എന്നൊക്കെ അറിയാനായിട്ട് ഇനി അധികം നാളില്ല. പെട്ടെന്ന് തന്നെ ആ എപ്പിസോഡ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.